ഹലോ കൂട്ടുകാരെ, ഗംഗയുടെയും വിനീതിൻ്റെയും വിശേഷം എന്താണെന്ന് നോക്കാം. അങ്ങനെ ഗംഗയും വിനീതും കൂടിയിട്ട് തിരുവനന്തപുരത്തേക്ക് യാത്ര പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് ഗംഗയെ വിനീത് കടയുടെ മുകളിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരും. അപ്പോൾ താഴെ ഒരു കാറ് പാർക്ക് ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ ഗംഗ വിചാരിച്ചിട്ടുള്ളത് എന്താണ്, വിനീത് തനിക്ക് വേണ്ടിയിട്ട് ഈ കാറ് വാങ്ങിക്കണമെന്നാണ്. അപ്പോൾ ഗംഗ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കും, വിനീതിൻ്റെ കൂടെ ആ കാറിൽ കയറുന്നതും യാത്ര പോകുന്നതും അങ്ങനെ റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സൊക്കെ അവൾ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് വിനീത് ഗംഗയെ വിളിച്ചിട്ട് ചോദിക്കുക, നീ എന്താണ് സ്വപ്നം കണ്ട് നിൽക്കുന്നേ? ആ നമ്മൾ ഇത് ഒരു ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ കാറാണ് ഇത്. നമ്മൾ തിരുവനന്തപുരത്തേക്ക് ഈ കാറിലാണ് പോകുന്നത്. അതാണ് ഞാൻ ഗംഗയ്ക്ക് തരണ സർപ്രൈസ് എന്ന് പറയും. അപ്പോൾ സലീമൊക്കെ പറയും, അപ്പോൾ നീ ഈ കാറ് വാങ്ങിയില്ലേ? ഓ, ഞാനെങ്ങനെ സലീമൊക്കെ ഈ കാറ് കാറൊക്കെ വാങ്ങണമെങ്കിൽ എൻ്റെ കയ്യിൽ ഇടുന്ന പൈസ എന്നൊക്കെ പറയും. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോവല്ലേ, നമുക്ക് സലീമക്കേനെയും മറ്റേ ചേട്ടനെയും നമുക്ക് കൂടെ കൂട്ടാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടിയിട്ട് ഈ കാറിൽ കയറും. അങ്ങനെ മിഥുനത്തിൽ മോഹൻലാൽ ഹണിമൂൺ പോണ പോലെ ഇവരെല്ലാവരും കൂടിയിട്ട് ഈ കാറിൽ കയറിയിട്ടായിരിക്കും യാത്ര പോകുന്നത്. കാരണം കാറിൽ കയറിയോട് കൂടിയിട്ട് ഇവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വർത്താനം ബഹളമൊക്കെയാണ്. അത് കേട്ടതോടുകൂടി ഗംഗയ്ക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് തോന്നും. കാരണം ഗംഗ പ്രതീക്ഷിച്ചത് ഇങ്ങനത്തെ ഒരു യാത്രയല്ലല്ലോ. ഗംഗയ്ക്ക് വരാനേ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരുവിധം വന്നു, വിനീതിൻ്റെ കടയിൽ കയറിയപ്പോഴാണ് വിനീതിൻ്റെ അമ്മ വന്ന് കുറേ വഴക്ക് പറഞ്ഞത്. അത് കഴിഞ്ഞ് പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴാണ് ഇങ്ങനെ ആകെ വിഷമത്തിലാണ് ഗംഗ പോകുന്നത്. അങ്ങനെ നമ്മുടെ ശിവരാജനെ കാണാൻ വേണ്ടിയിട്ട് ഗായത്രിയുടെ അച്ഛൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കും, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, നമ്മുടെ കുറിഞ്ഞിക്കാട്ടുള്ള ആദിവാസി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള 5 ഏക്കർ സ്ഥലം വിറ്റു എന്നല്ല നീ പറഞ്ഞത്. അത് പണ്ട് എനിക്ക് അതിന് അഡ്വാൻസ് വന്നത് ഒരു സാധു മനുഷ്യനായിരുന്നു അരവിന്ദൻ. അയാൾ എന്നെ വിളിച്ചിരുന്നു. ആ വിൽപ്പനയിൽ എന്തോ കൃത്രിമം നടന്നിട്ടുണ്ടെന്നാണ് അയാൾ വിളിച്ച് എന്നോട് ചോദിച്ചതെന്ന് പറയും. അപ്പോൾ ശിവരാജൻ ചോദിക്കും, അതെങ്ങനെയാണ്, അരവിന്ദൻ വിളിച്ചോ അച്ഛനെ എന്ന് ചോദിക്കും. ആ, എന്നെ വിളിച്ചു. അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ അച്ഛാ, അരവിന്ദൻ വിളിക്കാൻ വഴിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയും, അതെന്താ നിനക്ക് ഇത്ര ഉറപ്പ്? അരവിന്ദൻ വിളിക്കില്ല എന്ന് നിനക്കറിയാമല്ലേ, കാരണം അയാൾ മരിച്ചുപോയി. അയാളുടെ മക്കളേനെയും അയാളുടെ ഭാര്യയൊക്കെ അനാഥമാക്കിയിട്ട് അയാൾ മരിച്ചുപോയി. അതിന് കാരണക്കാരൻ നീയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് ശിവരാജൻ ഒരുപാട് വഴക്ക് പറയും. അപ്പോൾ ശിവരാജൻ കാല് പിടിക്കും. അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ അച്ഛൻ പറയും, നിന്നെ ഞാൻ എൻ്റെ ബിസിനസ്സിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ നിന്നെ ഞാൻ ഒഴിവാക്കി നിർത്തുകയാണ്, അതാണ് നിനക്കുള്ള ശിക്ഷ. ഇത് ഇങ്ങനെ പറയേണ്ട ആവശ്യം കൂടി എനിക്കില്ല, പക്ഷേ ഇതെൻ്റെ മാന്യതയാണ്. അതാണ് അംബികയും ഗായത്രിയും നരേനൊന്നും ഇല്ലാത്ത നേരം നോക്കിയിട്ട് ഞാൻ നിൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നത്. അത് ഞാൻ ഇപ്പം നിൻ്റെ അടുത്ത് കാണിക്കുന്നത് ഒരു മര്യാദയാണെന്ന് പറയും. അപ്പോൾ ശിവരാജൻ പറയും, അച്ഛാ എന്നോട് ക്ഷമിക്കണം അച്ഛാ എന്നൊക്കെ പറഞ്ഞ് കുറേ കാല് പിടിക്കും. അപ്പോൾ അയാൾ സമ്മതിക്കില്ല. അച്ഛൻ സമ്മതിക്കാതെ അച്ഛൻ റൂമിൽ നിന്ന് ഇറങ്ങി ഡൈനിങ് ഹാളിലേക്ക് പോകണ വഴിക്ക് അയാൾക്ക് എന്താ പറയുക അസ്വസ്ഥത തോന്നും. കാരണം അയാൾ ഒരു മരുന്ന് മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വീഴും. അപ്പോൾ വീണ് കഴിഞ്ഞാൽ പിടിച്ചു കൊണ്ടുവരും ശിവരാജൻ തന്നെയായിരിക്കും, ബെഡിൽ കൊടുന്നിരുത്തും. അപ്പോൾ ഈ അച്ഛൻ മരുന്ന് ചോദിക്കും ശിവരാജൻ്റെ അടുത്ത്. അപ്പം ശിവരാജൻ മരുന്ന് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യില്ല, സഹായിക്കില്ല. ശിവരാജൻ പറയും, ദൈവമായിട്ട് എനിക്കൊരു അവസരം കൊടുക്കുന്നതാണ് എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അപ്പോൾ ആ ഒരു അവസരം ഞാൻ തട്ടിക്കളയണമല്ലേ എന്നൊക്കെ പറഞ്ഞ് ശിവരാജൻ മരുന്ന് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇയാളാണെങ്കിൽ അസ്വസ്ഥത കൊണ്ട് ആകെ ബുദ്ധിമുട്ടി ഇങ്ങനെ നിൽക്കുകയായിരിക്കും. അങ്ങനെ അപ്പോഴായിരിക്കും ഗായത്രി വിളിക്കുക, അച്ഛന് മരുന്നൊക്കെ കൊടുത്തോ ശിവേട്ടാന്ന് ചോദിച്ചിട്ടായിരിക്കും വിളിക്കുക. അപ്പോൾ അയാൾ പറയും, ഫോൺ എടുത്തിട്ട് പറയും, ഞാൻ ഇതൊക്കെ കൊടുത്തു, ഞാൻ അച്ഛനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് മരുന്ന് കൊടുക്കാതെ മാക്സിമം ഇയാൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ശ്രമിക്കുന്നത്. കാരണം അച്ഛന് എന്തെങ്കിലും സംഭവിച്ചാലേ ഇവന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, അല്ലാത്ത പക്ഷം ഇവൻ ആകെ കുടുങ്ങും. അങ്ങനെ ഈ സമയത്താണ് ഇയാൾ ഭയങ്കര അസ്വസ്ഥതയോട് കൂടിയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടി മരുന്നിന് വേണ്ടി കേഴുകയാണ്. അപ്പോൾ ഈ സമയത്താണ് നരേൻ കയറി വരുമ്പോൾ നരേൻ കാണുന്നത് ഈ സീനാണ്. അതായത് മുത്തശ്ശൻ ജീവന് വേണ്ടിയിട്ട് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് ദേഷ്യം വന്ന ശിവരാജനെ നരേൻ അടിക്കും. നീ എൻ്റെ മുത്തശ്ശനെ കൊല്ലാൻ നോക്കുമല്ലേടാ, നീ എൻ്റെ മുത്തശ്ശന് മരുന്ന് കൊടുക്കില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് ശിവരാജൻ്റെ കഴുത്തിനൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും മുത്തശ്ശൻ നരേനെ ഇങ്ങനെ കൈകൊണ്ട് ആക്ഷൻ കാണിച്ച് വിളിക്കും, എങ്ങനെയെങ്കിലും എനിക്ക് മരുന്ന് താ. നരേൻ വേഗം മരുന്നെടുത്ത് കൊടുക്കും. ആ മരുന്നെടുത്ത് കൊടുത്തത് കഴിച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ അയാൾ റിലാക്സ്ഡ് ആവും. അപ്പോൾ റിലാക്സ്ഡ് ആയപ്പോഴും നരേൻ്റെ ദേഷ്യം മാറിയില്ല. കാരണം നരേൻ വന്നപ്പോൾ കണ്ടത് ഈ ഒരു കാഴ്ചയല്ലേ. അപ്പോൾ നരേൻ വീണ്ടും അയാളെ ശിവരാജനെ പിടിച്ച് മുറിയുടെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് കോളറിന് പിടിച്ചിട്ട് കുറേ കടിക്കും. അടിച്ചിട്ട് അയാൾ നിലത്ത് വീണിട്ട്
വീണ്ടും നിലത്തുനിന്നും പൊന്തിച്ചെണീപ്പിച്ചിട്ട് വീണ്ടും അടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളുണ്ട്, ഈ വീട്ടിൽ നിന്നെ നീ കണ്ടുപോരുത്, നീ എൻ്റെ മുത്തശ്ശനെ ഉപദ്രവിക്കാൻ നോക്കിയല്ലേ എന്നൊക്കെ പറഞ്ഞ് വീടിൻ്റെ പുറത്തേക്കും വലിച്ചു കൊണ്ടുവരും. അപ്പോൾ വീടിൻ്റെ പുറത്തേക്ക് വലിച്ചു കൊണ്ടുവരുമ്പോൾ ശിവരാജൻ പറയും, നരേനെ നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാൻ അച്ഛന് മരുന്ന് കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു, ആ മരുന്ന് കൊടുക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് നീ വന്നത്, അപ്പോൾ നീ ഇത് കണ്ടപ്പോൾ നീ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത്, നീ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അച്ഛനെ എന്നൊക്കെ പറഞ്ഞ് കുറേ കള്ളങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ്. അപ്പം നരേൻ പറയും, എനിക്കെല്ലാം മനസ്സിലായി, മര്യാദയ്ക്ക് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പൊക്കോ, കാരണം അവനൊരു ബഹുമാനമൊന്നുമില്ല നരേന്, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പൊക്കോളുണ്ട് എന്നൊക്കെ പറഞ്ഞ് തള്ളി വിടണം. എന്നിട്ടും അവൻ്റെ ദേഷ്യം മാറുന്നില്ല. എന്നിട്ടും അവൻ പിന്നെയും പിന്നാലെ പോയിട്ട് തള്ളി വീഴ്ത്തണം. അങ്ങനെ വീണ് അയാൾ നിലത്ത് വീഴും. നിലത്ത് വീണിട്ട് അയാളിങ്ങനെ ശിവരാജൻ ഇങ്ങനെ എണീറ്റിരുന്ന് നോക്കുമ്പോഴായിരിക്കും ഒരു കാറ് വരുന്നത് കാണാം. അപ്പോൾ ആ കാറിൽ വേറെ ആരുമല്ല, ശിവരാജൻ്റെ ഭാര്യയും പിന്നെ അമ്മയാണ്, ഗായത്രിയും അംബികയാണ്. അപ്പോൾ ഗായത്രി പുറത്തേക്ക് ഇറങ്ങും, പിന്നാലെ അംബികയും പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഗായത്രി ചോദിക്കും, എന്ത് പറ്റി ശിവേട്ട, എന്ത് പറ്റി എന്ന് ചോദിക്കും. അപ്പോൾ ശിവരാജൻ അംബികയോടും ഗായത്രിയോടായിട്ട് പറയും, എന്നെ നരേൻ അടിച്ചു, അവൻ എന്നെ അടിച്ചു, അപ്പോൾ എന്താ കാര്യം, എന്തിനാ അവൻ നിന്നെ അടിച്ചതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഒന്നും പറയുന്നില്ല ശിവരാജൻ. അത്രയുമായിട്ടാണ് ഇന്ന് ഈ സീരിയൽ അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡിലെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക.